പ്രിയ സ്നേഹിതരെ, വിശ്വാസിയുടെ സമൂഹം ഒരേ ഹൃദയവും ഒരേ ആത്മാവുമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:32. ഈ ഒറ്റ വാക്കുകൊണ്ട് ആദിമസഭ എങ്ങനെയാണ് ജീവിച്ചതെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ആ ആദിമസഭയിൽ നിന്നും ആധുനിക സഭ ഒരുപാട് വഴിമാറിപ്പോയിരിക്കുന്നുവെന്നേ. ഇപ്പോൾ വേർതിരിവിൻ്റെയും വിഭാഗതയുടെയും ദുരന്ത സാക്ഷ്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വാസ്തവത്തിൽ മനുഷ്യരുടെ സ്വാഭാവികമായ പ്രകൃതം അനൈക്യമാണ്. അവർക്കിടയിലുള്ള ഭിന്നതയുടെ തെളിവുകൾ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുറിവുകളുമാണ്. സഭയുടെ ഉള്ളിലും ഐക്യമില്ലായ്മയുടെ അടയാളങ്ങൾ വേണ്ടുവോളമുണ്ട്. നമ്മൾ പലതിനും വ്യത്യസ്തരാണ്, ബോധ്യങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഏകാഭിപ്രായം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അതിനെന്താ പ്രയാസം? വിയോജിപ്പുകളുള്ളപ്പോഴും പരസ്പരം നമുക്ക് സ്നേഹിക്കാനാകണം. അത് ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണെന്നേ. ഹോൾഡ് യുവർ കൺവിക്ഷൻസ് ബട്ട് ലവ് വൺ അനദർ. ലോകം ആകാംക്ഷയോടെ നിരീക്ഷിക്കുന്നത് നമ്മുടെ ഐക്യത്തെയല്ല, നമ്മുടെ പരസ്പര സ്നേഹത്തെയാണ്. 1000 കാര്യങ്ങളിൽ നമുക്കെതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ലെന്നേ. സ്നേഹവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ആരെയും അലോസരപ്പെടുത്തുകയില്ല. തീർച്ച, ഞങ്ങളുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊള്ളുക. പക്ഷേ അത് സ്നേഹപൂർവ്വമായി കൊള്ളട്ടെ. എല്ലാത്തിനുമുപരിയായി ഞങ്ങളുടെ ബോധ്യങ്ങൾ കാലക്രമേണ മാറിയെന്നുമിരിക്കാം. ഇന്ന് നിങ്ങൾ ശക്തമായി എതിർക്കുന്നത് മറ്റൊരു സാഹചര്യത്തിൽ ഭാവിയിൽ അത്ര പ്രധാനമല്ലാത്തതായി നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം. സഭയിൽ അന്നും ഇന്നും എന്നും ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും. മനുഷ്യനായിരിക്കുന്ന നാം നൽകുന്ന വിലയുടെ ഭാഗമാണിത്. നമ്മുടെ ബോധ്യങ്ങളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുമ്പോഴും സ്നേഹത്തിൻ്റെ അതിർത്തിയെ ലംഘിക്കാതിരിക്കുക. ഒരു കാര്യം മറക്കാതിരിക്കുക, ഒരു ദിവസം നമ്മളൊക്കെ ദൈവസന്നിധി നിൽക്കേണ്ടി വരും. നമ്മുടെ ശരികൾ അവൻ്റെ മുമ്പിൽ തെറ്റായി മാറാം, തെറ്റുകൾ ശരിയായും എല്ലാം അവൻ വിധിച്ചു കൊള്ളട്ടെ. ഒരു ഭയവുമില്ലാതെ അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കരുത്തിന് വേണ്ടി ജീവിതം ക്രമപ്പെടുത്തുക. എൻ്റെ ചെറിയ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. മറ്റെന്തിനേക്കാളും ഈ ലോകത്തിൽ സഭയുടെ നിലനിൽപ്പിന് പരസ്പര സ്നേഹം അനിവാര്യമാണ്.